ഹായ്, പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ കഴിഞ്ഞിടയ്ക്ക് വന്നതാണ്. കഴിഞ്ഞിടയ്ക്ക് ഇപ്പോൾ ഒരു വാഹയെ പിടിച്ചുകൊണ്ട് പോയതാണ്. ആ ഭാഗത്ത് നമ്മൾ ഒന്നുകൂടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് നമുക്കൊന്ന് വാഹ കിട്ടുമെന്ന് നോക്കാം. ഇന്ന് ഒത്തിരി നേരം കൊണ്ട് ഇവിടെ വന്നിരിക്കുക. ഇപ്പം വെള്ളത്തിന് ചെറിയ കാറ്റും ഓളമൊക്കെ ആയതുകൊണ്ട് ഇത് ഏറെടുക്കുന്നത് അറിയാൻ പറ്റത്തില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നോക്കട്ടെ കിട്ടുമെന്നല്ലോ. ലോങ് നിന്നൊരു വാഹ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന നോക്കണേ. വായ് ബ്രോ 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 ഓ പോയി ഇല്ല പോയില്ല പോയില്ല വല എന്തി ഒരാളുടെ വല ഒന്ന് ചൂണ്ടയല്ല അമ്പാന്ന് പറയാ ചെയ്ത്. ഓ അതിൻ്റെ ആൾക്കാരങ്ങ് തീർന്നു. പോയി വേണ്ട പോയി വേണ്ട ഇല്ല പോയി. അല്ല അവിടെ കമ്പിലങ്ങാണ്ട് തന്നെ കമ്പ് പോയില്ലല്ലേ. ഒരു ലോങ് ഷൂട്ടൂടെ കാണാം. അട്ടി കൊണ്ടാ വാഹ പൊങ്ങുന്നു വയ്ക്കണേ. ബ്രോ ബ്രോ ഇതിനകത്തൊക്കെ ഇവിടത്തേനെ കിട്ടത്തുള്ളൂ. ഇവിടുത്തെ ദൂറിനകത്തൊക്കെ അടിക്കാൻ ഭയങ്കര പാടാം. അയ്യോ അയ്യോ അല്ല, അങ്ങോട്ട് കൊണ്ടുപോയാൽ അതിനകത്ത് കയറി തീർന്ന്. അങ്ങനെ വിട്ടുകൊടുത്തതാണോ? ഓ പൊങ്ങുന്നുണ്ടോ? തീർന്ന് കട്ടപ്പെടുത്ത് തീർന്ന് റൈഡ് തീർന്ന്. ഓഹോ കറങ്ങുന്നില്ല അത്. ഇല്ലേ നൂല് വിടല്ലേ. ആ പോയി. ഓ ഇല്ല പോയില്ല. അവിടെ ഒത്തിരി കമ്പുകൾ ഒടിഞ്ഞ് താഴെ കിടപ്പുണ്ട്. അതിനകത്ത് നിന്ന് കുരുങ്ങി ആ 2 മീനും നമുക്ക് മിസ്സായി പോകും കേട്ടോ. അവ ഏറ്റ 2 മീനായിരുന്നു. നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല. അതാ 2 മിസ്സായി പോയത്. ആ കമ്പി കുരുങ്ങിയ കേട്ടോ. നിങ്ങളുടെ ഈ ഗ്ലാസ് അങ്ങനെയുള്ള ഗ്ലാസ്സാണോ? ആ മീനെ കാണാം. അതിന്റെ പ്രത്യേകം ഉള്ളതല്ലേ? അതിനെ കിട്ടി അടിച്ചോ? കിട്ടിയാണ്ട. അതാ സൗണ്ട് കേട്ടതില്ലേ? അടുത്ത പിടിച്ചു വാ. ഇതിനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതിൽ ചെന്ന് കയറും. ആകെ കുഴപ്പം. തീർന്നു ബ്രൈഡ് തീർന്ന്. കൈക്ക് വലിക്കുക. കൈ കീറി. ഇപ്പൊ 2 വട്ടം കീറി. തുണിയില്ല അല്ലേ. കൈ കീറിയിരിക്കും. അമ്പി നൂരിയാലും പിടി കൊടുക്കരുത്. ആ വാഹയില്ലേ കുഴപ്പമില്ല. അതിന്റെ പള്ളക്കടിയുള്ള കൈ മൊത്തം കീറി വിരല്.
ആ അച്ചിലാൽ അങ്ങനെ പിടിച്ച് നിർത്തി തരാം അന്നേരം അയക്കുമ്പോൾ ഒന്ന് പിടിച്ചാൽ ഓടാൻ പോകുമ്പോഴേ പാടും. അല്ല ഇത് അനക്കമല്ലെങ്കിൽ ഒറ്റ പോക്കും പോവും. ചിലപ്പോൾ എന്നെ എടുത്ത് വെള്ളത്തിൽ ഇടും. ഞങ്ങൾക്ക് 2 ദിവസം മുന്നേ ഒരെണ്ണം കിട്ടി. അത് ചൂണ്ടൊക്കെ കാണാൻ എടുത്തിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് അടിച്ചാൽ ലൂറ് എടുത്തിട്ട് പോയി. പോയി കേട്ടോ. പോയല്ല എവിടെ കൊണ്ട് കുരുങ്ങിയിരിക്കുമോ അത്. അപ്പൂര് അവിടെ പോയി നോക്കടാ. അതുകൊണ്ടല്ല അവിടെ കുമ്പളൊക്കെ വരുന്നുണ്ടോ, ഏറ് വരുന്നുണ്ടോ, ഏറ് വരുന്നുണ്ടോ. അതും ആ കമ്പി കയറി മിസ്സാവും കേട്ടോ. അവിടെ ഭയങ്കര ഒത്തിരി കമ്പ് കിടപ്പുണ്ട്, അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ആ മീൻ മിസ്സായി പോകുന്നത്. എന്തായാലും അടുത്തതിന് നമുക്ക് കിട്ടും കേട്ടോ. ഇത്രയും മിസ്സാക്കിയതല്ലേ, എന്തായാലും ഇനി ഞാൻ പൊക്കും, ഇനി ഞാൻ വിടത്തില്ല. ഇനി അതിൻ്റെ വായിക്കകത്ത് കയറി ഞാൻ വെടി വയ്ക്കും, നോക്കും. എനിക്ക് അത്രയ്ക്ക് കലിയും വിഷമമായിട്ട് നിൽക്കുക ആ കമ്പി കുരുങ്ങി പോയത് കേട്ടോ. വായിക്കകത്ത് കയറിയെന്ന് വെടി വെച്ചെങ്കിലേ പറ്റൂ. അതെ, എൻ്റെ വാ കൂട്ടിയാ പിടിച്ചത് കേട്ടോ. അതിൻ്റെ വാ നോക്കി അടിച്ച് ഇത്രയും നേരം വാ നോക്കി ഇന്നെന്തായാലും വായിക്കാതെ തന്നെ അടിച്ചു കയറ്റി. ആരെയും വിളിക്കാതിരിക്കാമെങ്കിൽ അതാ നല്ലത്. ആള് കൂടിയാണ് കിട്ടാത്ത ഇല്ലേ. ആ ഉണ്ട്, ആ ഇതിനകത്തിരിപ്പുണ്ട്, കവറിനകത്ത്. ആണ്ട ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ വായിക്കകത്ത് കയറി വെടി വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ, എന്നെങ്കിലേ ഇതിനെ കിട്ടത്തുള്ളൂ. നമ്മൾ ശരീരത്തടിച്ചതാ നേരത്തെ മൊത്തം മിസ്സായി പോയത്, കുരുങ്ങി ഊരിപ്പോയത്. ഇതിൻ്റെ വായിക്കകത്ത് അടിച്ച് കയറി കണ്ടപ്പോൾ കുഴപ്പമില്ലാതെ ഇനി പോരുന്നു കേട്ടോ. 3 മീൻ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായത്. നമ്മളൊരു പരിധിയില്ലേ ക്ഷമിക്കുന്നതിന്. ഒന്നെങ്കിൽ ക്ഷമിച്ച് നമ്മൾ പുറമോട്ട് മാറുന്നവർ മീൻ കിടന്ന് കളിക്കുമോ, ഇല്ലെങ്കിൽ അതിൻ്റെ തലയ്ക്ക് അടിച്ചെടുക്കും. കാരണം നമ്മൾ നേർക്ക് നേരെ നിൽക്കുന്നത് കേട്ടോ, പൊക്കത്തല്ല. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ കിട്ടുന്നത്. പൊക്കത്തായിരുന്നു ഇതിൻ്റെ തലയ്ക്കേ ഞാൻ പറ്റിക്കത്തോളായിരുന്നു, ഇത്രയും മിസ്സാവത്തുമില്ലായിരുന്നു. കാണും അല്ല നോക്കേ. എന്നെ സപ്പോർട്ട് ചെയ്ത ബ്രോയ്ക്കും അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നമ്മൾ ആ ഭാഗത്തോട്ടൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരുപാട് മങ്ങിയ കളർ ഇട്ടുകൊണ്ട് മീനെ പിടിക്കാൻ പോകും കേട്ടോ. ഞാൻ മിക്കവാറും ഈ ഷർട്ട് ഇട്ടുകൊണ്ടാണ് ഫിഷിങ്ങിന് പോകുന്നത് കേട്ടോ. അപ്പം പെട്ടെന്ന് നമ്മൾ നിൽക്കുന്നത് മീൻ അറിയാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെയുള്ള ഈ ഷർട്ടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഷർട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഷർട്ടുകളാണ് ഇട്ടുകൊണ്ട് ഞാൻ ഫിഷിങ്ങിന് പോകുന്നത് കേട്ടോ. കളർ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ കിട്ടാൻ പാടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാം അടിപൊളി ഷോട്ടുകളില്ലായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.